പോലീസ് ഈ കാര്യം അന്വേഷിച്ചിട്ട് ഇപ്പം ഒരു പോസിറ്റീവായ ഒരു റിസൾട്ട് കിട്ടിയല്ലോ സ്വാഭാവികം. അപ്പൊ അതിൽ നമുക്കൊക്കെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം എന്ന് വെച്ചാല് ഇതിൽ സമൂഹത്തിൽ ഇപ്പോഴും ഈ തട്ടിക്കൊണ്ടുപോകല് അല്ലെങ്കിൽ ഫൈനാൻഷ്യലായ പ്രോബ്ലംസ് ഉണ്ടാകുക, ഇതിന്റെ മുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഉടൻ തന്നെ അവർ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു മാഫിയ ഗാങ്ങിനെ ഏർപ്പാട് ചെയ്യുക, അവര് പട്ടാപ്പകല് തന്നെ കാര്യങ്ങൾ നടത്തി പോവുക. അപ്പൊ സമൂഹത്തിൽ പൊതുവെ ഒരു ലോലെസ്നെസ് ഫീൽ ചെയ്യും. ആ ലോലെസ്നെസ് ഫീൽ ചെയ്യുന്ന സമൂഹത്തിൽ പോലീസ് ഇത്തരത്തിൽ പ്രവർത്തിച്ച് ഇതുപോലെ ആൾക്കാരെ പിടിക്കുന്നത് തികച്ചും ആശ്വാസം തന്നെയാണ്, അതിലൊരു സംശയമില്ല. പക്ഷെ ഈ പ്രവണതകൾ കൂടി വരുന്നത് ഇത് സമൂഹത്തിൽ കാണുന്ന പ്രവണതകളാണ്. ഇതുപോലത്തെ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ വരും, അല്ലെങ്കിൽ വേറെ കുടുംബസമുണ്ടായ പ്രശ്നങ്ങൾ വരും. അപ്പൊ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ വരുമ്പം അവിടുത്തെ അവര് തമ്മിൽ തർക്കങ്ങളിൽ ഇതേപോലെയുള്ള മാഫിയ ഗ്യാങ്ങിനെ ഉൾപ്പെടുത്തി തട്ടിക്കൊണ്ടുപോകുക, ഭീഷണിപ്പെടുത്തുക, പണം പെടുങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും ഒരു സമൂഹത്തിൽ ഒരു മോശമായ സന്ദേശം കൊടുക്കുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. പക്ഷെ ഇപ്പോഴുള്ള ഈ നവമാധ്യമങ്ങളിൽ കൂടെയല്ലേ, അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെയുള്ള, അല്ലെങ്കിൽ ഇവിടെ പുതിയ പ്രവണതകൾ കണ്ടുവരുന്ന ഈ കാലത്ത് പോലീസ് കുറെ കൂടെ ജാഗ്രതയായി പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതൊക്കെ ഒത്തു വന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രവണതകൾ സമൂഹത്തിൽ ഒഴിവാക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, ഈ മലപ്പുറം ഭാഗത്തേക്ക് നമ്മൾ ഒരുപാട് ഈ ലഹരി കേസുകൾക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്ന ഈ ഒരു സമയം കൂടിയാണ് ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചെറിയ പ്രായത്തിലുള്ള ആളുകൾ തന്നെയാണോ ഇതിന് പിന്നിലുള്ളതെന്ന് അറിയത്തില്ല. ഈ അന്യൂസിനെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു കുട്ടി അധികം ഭയപ്പെട്ടിട്ടൊന്നുമില്ല, കുറച്ചധികം അറിയുന്ന ആൾക്കാർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സമീപനമായിരിക്കും, ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടി ചെയ്തതായിരിക്കാം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ കരുതാം. പക്ഷെ എന്നിരുന്നാൽ പോലും ഇന്നത്തെ ഒരു പ്രവണത അത് തന്നെയല്ലേ ആദ്യം തടയേണ്ടത്. കാരണം ഈ യുവാക്കൾക്കിടയിലുള്ള ഈ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികമായ ഇടപാട്, ഇത്രയധികം പ്രശ്നങ്ങളൊക്കെ വഷളാകുന്നത് അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയല്ലേ, ഇതിന്റെ സ്രോതസ്സും കണ്ടെത്തണ്ടേ? തീർച്ചയായിട്ടും. കാരണം ഇത്തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ആകുമ്പോൾ ആ കേസുകളിൽ മതിയായ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് അതിൽ ആരാണോ പ്രേരിപ്പിച്ചത്, അല്ലെങ്കിൽ ആരാണോ ഈ കോൺസ്പിറസി ഫോം ചെയ്തത്, ഇവരെ ടൂൾസ് ആയിട്ട് ഇങ്ങനെയുള്ള ഈ ഏജൻസിന് അല്ലെങ്കിൽ ഏജന്റുമാരാ, ഇങ്ങനെയുള്ള മാഫിയ ഗ്രൂപ്പിൽപ്പെട്ട ചെറുപ്പക്കാരാ ഇത്തരത്തിൽ റിക്രൂട്ട് ചെയ്ത് ഇത്തരത്തിലുള്ള ആക്ഷൻ നടത്താൻ വേണ്ടി ആരാണ് അവരെ പ്രേരിപ്പിക്കുന്നത്, ആരാണ് അവർ ഫൈനാൻസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്ന് അതിനുശേഷം അന്വേഷണം നന്നായി നടത്തിക്കൊണ്ട് ഇതിന്റെ മെയിൻ ആൾക്കാരെ പിടിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അത് അത്യാവശ്യമായിട്ട് ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ ഇന്ന് ചെറുപ്പക്കാരുടെ ഇടയിൽ കാണുന്ന ഇങ്ങനെയുള്ള പ്രവണതകൾ അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും പോലീസ് ഉണർന്ന് പ്രവർത്തിച്ച് ഇതിന്റെ ഏതറ്റം വരെ പോകണം, ആ അറ്റം വരെ പോയി അതിന്റെ ഒറിജിനൽ ആൾക്കാരെ കണ്ട് പിടിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മലബാർ മേഖലയിൽ നമുക്കൊക്കെ അറിയാം, ഈ മലബാർ മേഖലയിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ കൂടി വരുന്നൊരു സമയമാണ്. ചെറുപ്പക്കാരായ കുട്ടികൾ ഇതിന്റെ പുറകെ നടക്കുകയാണ്, ചില ഏജൻസികൾ റിക്രൂട്ട് ചെയ്തിട്ട് മാഫിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയാണ്. പക്ഷെ ഇതൊക്കെ പോലീസ് ഇത്തരത്തിലുള്ള കേസുകൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിന്റെ മതിയായ ആൾക്കാരെ കോടതി മുമ്പാകെ കൊണ്ടുവന്ന് ശിക്ഷ കൊടുത്താൽ മാത്രമേ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സർ, ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് തന്നെ ഇതിൽ വാഹനങ്ങളൊക്കെ ഉപയോഗിച്ചതും അതിന്റെ കാർഡും നമ്പറൊക്കെ ഇവർ ഫേക്ക് ആയിട്ടുള്ളതായിരുന്നു ഉണ്ടാക്കിയത്, നിർമ്മിച്ചതൊക്കെ. അപ്പോൾ ഇതിന് കുറേ ദിവസം മുമ്പേ തന്നെ ഇവരൊരു പ്രീ പ്ലാൻ നടത്തി തന്നെയായിരിക്കും ഈ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ എത്രയെത്ര പ്ലാനുകൾ ഇവരുടെ പക്കൽ ഉണ്ടാകും, അതൊക്കെ കേന്ദ്രീകരിച്ച് ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ മാത്രം കേസിന്റെ പുറകെ പോകാതെ ഒരു കൃത്യമായൊരു നിരീക്ഷണം പോലീസിന്റെ ഭാഗത്ത് നിന്നും വേണ്ടേ കേരളത്തിൽ? അതാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പോലീസ് അന്വേഷണം നടത്തും. അന്വേഷണം നടത്തി കുറച്ച് പ്രതികളെ കണ്ടുപിടിക്കും. എന്നാൽ പല പോലീസ് സ്റ്റേഷൻ ഇത്തരത്തിലുള്ള പല കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് പ്രോപ്പറായിട്ടൊന്ന് മാപ്പ് ചെയ്യണം. അതായത് പ്രോപ്പറായിട്ട് ഈ ഡാറ്റകൾ പോലീസ് അത് എല്ലാ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഈ ഓരോ ഏരിയയിൽ മലബാർ മേഖലയിൽ, മലപ്പുറം ഏരിയയിൽ, അല്ലെങ്കിൽ എറണാകുളം അല്ലെങ്കിൽ ട്രിവാൻഡ്രം ഏരിയകളിൽ ഇത്തരത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഗാങ്ങുകളെ കുറിച്ച് പോലീസ് കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ റെക്കോർഡ്സ് അതിന്റെ റെക്കോർഡ്സും അവരുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും, വെഹിക്കിൾ നമ്പർ അല്ലെങ്കിൽ ഗാങ് ആരൊക്കെയാണ്, അവരെ കൺട്രോൾ ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് മാപ്പ് ചെയ്ത് എവിഡൻസിൽ കൊണ്ടുവന്ന് അതൊരു ഡാറ്റാബേസായി മാറ്റണം. അത്തരത്തിൽ ഡാറ്റാബേസ് ആക്കി മാറ്റിയാൽ മാത്രമേ പോലീസിന് ഇത്തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ടായി കഴിഞ്ഞാൽ ഉടനെ അത് ഏത് ഗ്രൂപ്പ് ആയിരിക്കും, ആരായിരിക്കും, എന്തായിരിക്കും, ഏത് വാഹനമാണ് ഉപയോഗിച്ചതെന്ന് ഇത്തരത്തിലുള്ള വിവരങ്ങൾക്ക് പറ്റും. ഇതൊക്കെ കണ്ടുപിടിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതിനാണ് ശ്രമിക്കേണ്ടത്. അതിന് പോലീസ് തീർച്ചയായും ശ്രമിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്.
സാർ, ഒരു കാര്യം കൂടെ, ഇപ്പം ഈ ലുക്കൗട്ട് നോട്ടീസൊക്കെ പ്രതികൾക്ക് വേണ്ടി ഇറക്കുന്ന ഒരു സമയമൊക്കെ ഇതൊക്കെ കുറച്ചും കൂടെ ഒരു മാറ്റം വരുത്തേണ്ടേ? കുറച്ചും കൂടെ ഒരു ടെക്നോളജി പരമായി ഉപയോഗിച്ച് അത്തരത്തിലേക്ക് ഒരു മാറ്റം വരാൻ പറ്റില്ലേ നമുക്ക് സാങ്കേതികപരമായി? മാത്രമല്ല, ഈ തട്ടിക്കൊണ്ടുപോയ ഈ അന്യൂസിന്റെ ഒരു സഹോദരനുമായി ബന്ധപ്പെട്ട് തന്നെ നിരവധി കേസുകൾ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് നിലവിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഈ ആംബർ ഗ്രീസൊക്കെയുമായി ബന്ധപ്പെട്ടൊക്കെ കേസിൽപ്പെട്ട ഒരാളാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു വലിയൊരു അന്വേഷണം തന്നെ ഇതിൽ വേണ്ടേ? കാരണം മലപ്പുറത്ത് ഇത്തരത്തിലുള്ള കേസുകൾ, സാമ്പത്തികമായി പ്രശ്നം വന്നിട്ടുള്ള കുറേയധികം കേസുകൾ അറിയാതെയും അറിഞ്ഞും പോകുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം അതൊരു ഡാറ്റാബേസ് ഉണ്ടാക്കി, ആ ഡാറ്റാബേസ് ഉണ്ടാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻ തമ്മിൽ കണക്ട് ചെയ്ത് അത് എല്ലാവർക്കും കൊടുത്താൽ മാത്രമേ ഇത്തരത്തിലുള്ള കേസുകൾ തെളിയാൻ പറ്റുള്ളൂ. അപ്പൊ തെളിയിക്കുന്ന ലെവലിൽ പോലീസ് കുറെ കൂടി ശിക്ഷാന്തോട് കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കേസുകൾ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് പറയാൻ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.